ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബോംബെ സ്റ്റൈൽ ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour മുന്നേ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ക്യാനിൻ്റെ അളവിലുള്ള 2 പാർട്ട് അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഇനി നമ്മൾ അരി ഉണ്ടാക്കാൻ പോവാണ്. ആസ് യൂഷ്വൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നെയ്യും എണ്ണയും കൂടിയുള്ളൊരു മിക്സാണ് നമ്മൾ ഓയിൽ പീസായിട്ട് എടുക്കാൻ പോണത്. അതിലോട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ബേ ലീവ്സ്, കറാമ്പൂ, കുരുമുളക്, കാർഡമം, ജീരകം ഒക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ നേരത്തെ അരി എടുത്ത് വെച്ചത് 2 പാട്ടല്ലേ, അപ്പം ഒരു പാട്ടയ്ക്ക് 1.5 പാട്ട വെള്ളം വെച്ച് അനുസരിച്ചിട്ട് 2 പാട്ട അരിക്ക് 3 പാട്ട ആ സെയിം മിൽക്ക് മെയ്ഡിൻ്റെ ക്യാൻ്റെ അളവിൽ തന്നെയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് തിളപ്പിക്കണം. അപ്പം ഈ ഇതിൽ റൈസിന് എനിക്ക് കൊറിയാൻഡർ ലീഫിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് തിളക്കാൻ വെക്കാം. നമ്മൾ ഈ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ കുതിർത്തി വെച്ച അരി ഊറ്റാനുള്ള പരിപാടി ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത് തിളച്ച് വരുമ്പം ആ കുതിർന്നതിലധികം വെള്ളത്തിൻ്റെ ഇതില്ലാത്ത ഊറ്റിയ അരി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഈ അരിക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിയിട്ട് അതേപടി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പം ഏകദേശം വെള്ളം ഒന്ന് ഡ്രെയിൻ ആവും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ബാക്കി ഒരു 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്യാം. ഇനി അരി പകുതി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാലയും ഇതിന് വേണ്ടിയിട്ടുള്ള ഒനിയനും പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് ഒനിയനും പൊട്ടാറ്റോ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം അളവിലുള്ള ഓയിലിൻ്റെയും ഗീയും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പൊട്ടാറ്റോയും ഒനിയനും ഫ്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒനിയന് ഫ്രൈ ചെയ്യാൻ വെക്കാണ്. ഇതിൽ ഈ റൈസിൽ ആകെ കൂടി ഈ ഒരു എമൗണ്ട് ഒനിയൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യുന്ന ഒനിയൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഒനിയൻ വേണ്ടവർക്ക് നല്ലോണം എടുക്കുക, ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അങ്ങനെ ഇത് ഏകദേശം ഞാൻ വറുത്ത് കോരി ഇനി നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാം. ഞാനും പൊട്ടാറ്റോയും ഒരു ഔട്ടർ ലെയർ കുറച്ച് ക്രിസ്പിയായിട്ടാണ്, അതും കോരിയെടുത്ത് മാറ്റി വെക്കണം. സെയിം എണ്ണയിൽ നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എമൗണ്ട് ഓഫ് ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ എണ്ണൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചധികം ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എണ്ണ യൂസ് ചെയ്തത്. ഇപ്പോൾ കാണാം, ഫസ്റ്റ് നമ്മൾ ഈ ഹോൾ സ്പൈസസ് ഇട്ട് ഈ എണ്ണ റെഡിയാക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്നിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനെടുത്ത പാത്രത്തിൻ്റെ വലുപ്പം ചെറുതായിട്ടിരുന്നു. അതിൽ ഞാൻ നല്ലോണം വെളുപ്പം അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറേ കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന വെളുപ്പം നല്ലോണം ബുദ്ധിമുട്ടായിട്ടുണ്ട്. കുറച്ച് നല്ല വലിയ പാത്രമാണെങ്കിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കും. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്നത് പൊട്ടാറ്റോനകത്ത് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോയും പിന്നെ ഗ്രീൻ ചില്ലിയും അപ്പാടെ മിക്സഡാണ് ഇടുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കുറച്ച് ഈ ചിക്കൻ വേണ്ട എമൗണ്ട് ഉപ്പ് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ യോഗേർട്ട്, കേടോ യോഗേർട്ടോ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കും. ബോംബെ സ്റ്റൈൽ ബിരിയാണിക്ക് 2 ടൈപ്പ് ഓഫ് മസാലാസ് വരുന്നുണ്ട്. ഒന്ന് യോഗേർട്ട് ബേസും ഒന്ന് സ്പൈസിയും. ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് യോഗേർട്ടിൻ്റെതാണ്.
പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായില്ലേ, അതും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാനുള്ളതാണല്ലോ, അപ്പം നമുക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയേക്കാം. പിന്നെ നമ്മളിതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേരള സ്പൈസസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ബിരിയാണി മസാല, ടർമറിക്, കുറച്ച് ചില്ലി പൗഡർ, പിന്നെ കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുത്ത്. ഞാനിത് ഇളക്കുമ്പം നിങ്ങൾക്ക് നല്ലോണം കാണാൻ കഴിയും. ഞാൻ വലിയ പാത്രം അല്ലാത്തത് കൊണ്ട് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നല്ല വലിയൊരു പാത്രം എടുക്കണം, എന്നാലേ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയിട്ട് അത്യാവശ്യം എല്ലാ ചിക്കനിലും മസാല ആയി നല്ല സ്പ്രെഡായതിനു ശേഷം നമ്മളിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്ത്. ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല വലിയ പീസായിട്ടാണ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലോണം ഒന്ന് അതിൻ്റെ കൂടെ ഇളക്കി പിന്നെ അതിന് മുകളിൽ മിൻറ്റിൻ്റെയും കൊറിയാൻഡറിൻ്റെയും ലീവ്സ് ചോപ്പ് ചെയ്തതും അതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെ തന്നെ മൂടി കുറച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ആയതെന്ന് കാണാം. അത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടായിട്ട് കൈ മാറാണ്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനിൽ ഞാൻ കൊറിയാൻഡർ ലീഫും കൂടി വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് ദമ്മിടാം. അടിയത്തെ ലെയറിൽ ഞാൻ മസാല കുറച്ച് മാത്രം ഗ്രേവി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേവി ഒഴിച്ച് ചിക്കൻ വെച്ച്, ചിക്കനും പൊട്ടാറ്റോയും കൂടിയാണ് കേട്ടോ വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒണിയൻ കൊറിയാൻഡറിൻ്റെ ആ ലീഫിൻ്റെ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അടുത്ത ലെയർ ചോറിട്ട് പിന്നെ മസാല ഇട്ട് അങ്ങനെ ഗ്രേവി ചിക്കൻ പിന്നെ റൈസ് അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ലെയറിൽ ചോറിൻ്റെ മുകളിൽ നമ്മളെ ഒനിയൻ്റെ ഫ്രൈയും കൊറിയാൻഡറിൻ്റെ ലീഫും കൂടി ഇട്ടിട്ട് ദമ്മ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ദമ്മെടുക്കുമ്പം പാത്രത്തിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം. കാരണം നമുക്ക് ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദമ്മിട്ട് കഴിഞ്ഞ് മൂടി വെച്ച് നോക്കിയപ്പം ഈ പാത്രത്തിൻ്റെ എഡ്ജ് ഇങ്ങനെ ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ മൂടി അല്ലാത്തതുകൊണ്ടും കുറച്ച് ഹോൾസ് ഉണ്ട്. അപ്പം ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടും ഇതിനെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ദമ്മ് ഞാൻ ലോ ഫ്ലെയിമിൽ ഭയങ്കര ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഈ ചോറ് 15 അതിൽ കൂടുതൽ 30 മിനിറ്റോളം ചോറ് ദം ചെയ്യുകയാണ് ചെയ്തത് ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് ഞാൻ ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ലൊരു അറോമ ആയിരുന്നു. അപ്പോൾ ഇതാണ് സ്പൈസൊക്കെ കുറഞ്ഞിട്ടുള്ള ബോംബെ സ്റ്റൈൽ ബിരിയാണി, ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി. എന്തായാലും ട്രൈ ചെയ്യണം.